Hello guys, what's up? Welcome back to a brand new episode of MJ Vlogs. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് മെർലിൻ്റെ ബർത്ത്ഡേ ആണ് 25th of March. അപ്പം ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത് മൊത്തം വളരെ സർപ്രൈസ് റിയാക്ഷൻസ് സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ ഇന്നൊരു സർപ്രൈസ് കേക്ക് കട്ടിംഗ് ആണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ റോഷനയുടെയും റൂബൻ്റെയും ജെർച്ചായൻ്റെയൊക്കെ വക. അപ്പം നിങ്ങൾ അത് പോയി പെട്ടെന്ന് കണ്ടിട്ട് വാ. എന്നിട്ട് ഇന്നാണ് മെയിൻ സംഭവം കിടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയി കണ്ടിട്ട് ഓടിവാ. ഓക്കെ ഗൈസ്, മെർലിൻ്റെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മൾ പോവുകയാണ്. കഠിന പ്രയത്നത്തിന് ശേഷം റോഷമ്മ ഇതാ കേക്കൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കിയേക്കാണ്. അപ്പം കേക്ക് താഴെ വീഴത്തില്ല എന്നുള്ള പ്രതീക്ഷയുമായി ജെറിയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജെറി താഴെ വീണാലും കേക്ക് താഴെ വീഴാൻ പാടില്ലെന്ന്. അപ്പം ഇനിയും ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത് ചിന്നു ആണ്. അപ്പം ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പം അങ്ങോട്ട് കയറാൻ പോവാണ്. അപ്പം എല്ലാം സെറ്റാണ്. കേക്ക് സെറ്റാണ്, ഗിഫ്റ്റ് സെറ്റാണ്, എന്തോ സ്നോ സെറ്റാണ്. അപ്പൊ ഇനി ബാക്കി നമുക്ക് ഗൈസ് ഇന്ന് മൊത്തം ഇവിടെ മഞ്ഞുമഴ പെയ്യിക്കാനാണ് റോഷന വന്നേക്കണേ. നമുക്കിപ്പോൾ എന്തായാലും പൊളിക്കാം. അപ്പോൾ എന്തായാലും ഇവർ വന്നിട്ടുണ്ട്, നമുക്ക് അകത്തോട്ട് കയറാം. ഒരുപാട് ഫുഡ് ഉണ്ട്, അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. Happy birthday to you. Happy birthday to you. അയ്യോ, ഇത് മറ്റേ അനി ജോസഫിന്റെ തോള് വന്നല്ലായി പോവല്ലോ. ഇതാണ് ഇതേ റോഷ കൊടുത്ത ഗിഫ്റ്റ്. എന്താ എഴുതിയേക്കുന്നേ? To our reason for happiness in KSA MJ. Open with Ili. Open with A Ili. From RR. തുറക്കട്ടെ? പൊട്ടിച്ചെറിയോടി എന്തെങ്കിലും? എക്സൈറ്റ്മെന്റ് വരട്ടെ. കണ്ണടച്ച് തുറക്കെ. ഇതിലിപ്പോ ഞാനും കൂടെ സർപ്രൈസ് ആയി പോയല്ലോ. സൂപ്പർ. ചിഹ്ന വരച്ചാണോ? അയ്യോ, അടിപൊളി 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 അടിപൊളി. ഈ ഫോട്ടോ എന്റെ കയ്യിൽ നിന്ന് പോയി. എന്റെ കൈ പോലും ഇല്ല ഈ ഫോട്ടോ. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് കണ്ടോ, നമ്മുടെ ചിന്നു വരച്ചാണേ. പാപ്പിയുടെ വൈഫ്, റൂബൻ ചേട്ടന്റെ ബ്രദറിന്റെ വൈഫ് ചിന്നു. ഭയങ്കര നല്ല ഒരു വരകാരിയാ, നല്ല ആർട്ടിസ്റ്റ് ആട്ടോ. ഡിജിറ്റൽ ഡ്രോയിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഫോട്ടോ എന്റെ കയ്യിൽ നിന്ന് ആക്ച്വലി കളഞ്ഞു പോയേക്കുമായിരുന്നു, പക്ഷെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. ബിഗ് ഷൗട്ട് ഔട്ട് ടു ചിന്നു. താങ്ക് യു. അങ്ങനെ ഞാനും ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ താങ്ക് യു. ഓ ആണ് തുടങ്ങുന്ന ഷൂസ്. ലൈറ്റ് കത്തുമോ മെർലി? ഓഹോ, ആദ്യമായിട്ടൊരു ബർത്ത്ഡേ 2 മാസം മുന്നേ കണ്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ച അവസ്ഥ. നല്ല ഷൂ അല്ലേ? ഇത് ആക്ച്വലി ഞാൻ ഒരു തവണ നമ്മള് അല്ലെങ്കിൽ മോളിൽ പോയപ്പോ ഞാൻ ഇങ്ങനെ നോക്കി വെച്ച സാധനം. അത് എപ്പോഴാ? കഴിഞ്ഞ കൊല്ലം. കൊല്ലം നോക്കി വെച്ചതാ. ഓർത്ത് വെച്ചേക്കോ. പക്ഷേ അത് ഓർത്ത് വെച്ച് വാങ്ങിച്ചു തന്നു. അതാണ് സ്നേഹം. സ്നേഹം ഉണ്ടോ? താങ്ക് യു. എന്ത് ഫോർമൽ. ഭയങ്കര ഫോർമൽ.
എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? കുറച്ചൊക്കെ പാളിപ്പോയെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. സർപ്രൈസ് ആയിട്ട് നല്ല അടിപൊളി കേക്കായിരുന്നു. റോഷനെ ഉണ്ടാക്കിയ സൂപ്പർ ഹോം മെയ്ഡ് കേക്കായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നിപ്പോൾ പോകാൻ പോകുന്നത് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അതും ഇതിലും അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് കട്ടിങ് ആണ്, ഇതിലും നല്ലൊരു ലൊക്കേഷനിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബേബുവിന് ഇപ്പോൾ ഓൾറെഡി വണ്ടിക്കകത്ത് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഒരു ഐഡിയ ഇല്ല നമ്മളിപ്പോൾ ഒരു കേക്ക് കട്ടിങ്ങിനാണ് പോകുന്നതെന്നുള്ള ഒരു ഇതുമില്ല. ഞാൻ വെറുതെ ഒരു ഡിന്നറിന് പോകാം എന്ന് പറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ വണ്ടിക്കകത്ത് കയറിയിരിക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവിടെ റോഷനെയും റൂബനും ചേർച്ചാനും കൂടെ അവിടെ ഒരു കംപ്ലീറ്റ് ആംബിയൻസ് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കസ്റ്റം മെയ്ഡ് കേക്ക് സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവിടെ ചെന്ന് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും ലൊക്കേഷനിലേക്ക് പോകാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഏതിനാ പോകുന്നതെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ നമ്മൾ എന്തിനാ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ടിം ഹോട്ടൽസിലൊന്ന് കയറി ഒരു ചെറിയൊരു കാപ്പി ഫ്രഞ്ച് ഫാനിൽ കുടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര തിരിക്കുന്നതായിരിക്കും. 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ബേബുവിനെ കൊണ്ട് ഞാൻ ഇത് ഇടിപ്പിക്കുന്നതായിരിക്കും. പിന്നെ അവിടെ ചെല്ലാതെ ഞാൻ തുറക്കാൻ സമ്മതിക്കൂല. അപ്പോൾ ബാക്കി അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞില്ലേ, അടികൊള്ളും ചുമ്മാ. അപ്പോൾ നമുക്കിനി എന്തായാലും ബ്ലൈൻഡ് ഫോൾഡ് ഇടിപ്പിച്ചിട്ട് നമുക്ക് ഫ്രഞ്ച് വാനിലേക്ക് കുടിച്ച് നൈസായിട്ട് അങ്ങ് പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ലൊക്കേഷൻ സെറ്റ് ആയിരിക്കുകയാണ്. മെർലിൻ്റെ സെക്കൻഡ് ഡേ സർപ്രൈസ്, ഫയർ ക്രാക്കേഴ്സ്, ഹാപ്പി ബർത്ത്ഡേ മെർലിൻ. നമ്മുടെ കാറിലാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ജുബിന് ഒരാഴ്ച മുന്നേ എനിക്ക് റിക്വസ്റ്റ് അയച്ചായിരുന്നു ഇങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിക്കണമെന്ന്. അപ്പം അവൻ കഴിഞ്ഞ ദിവസം വന്ന് ലൊക്കേഷനൊക്കെ സെറ്റ് ആക്കിയായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് അതൊരു ആമ്പിൾ ഇതായിട്ട് തോന്നിയില്ല. ഒരുപാട് ജോഗേഴ്സും വോക്കേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊരു പാർക്കിൻ്റെ സെറ്റപ്പ്. അപ്പോൾ അവിടെ നമ്മൾ സെറ്റ് ആവുമെന്ന് തോന്നിയില്ല. അപ്പോൾ ഞാൻ കറങ്ങി പിടിച്ചിട്ട് ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചതാണ് ഇപ്പം. അപ്പം അവൻ ലൊക്കേഷൻ അയച്ചപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞായിരുന്നു പുറകിൽ വെള്ളം, വണ്ടിയിൽ ഇങ്ങനെ ഡെക്കറേഷൻ, പിന്നെ മണ്ടയിൽ ഇങ്ങനെ മൂൺ വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റ് അവൻ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ഒപ്പിച്ചു. ഇപ്പൊ ക്രാക്കേഴ്സ്, അത് പുറകില് വെള്ളം, മണ്ടയില് മൂൺ. മൂൺ സൈഡിൽ ഇടുന്നതായിരിക്കും. അതെ, ആ ഡ്രോയിങ് നമുക്ക് ജുബിൻ തന്ന ഡ്രോയിങ് നമ്മള് സൈഡിൽ ഇട്ടേക്കുന്നതായിരിക്കും. അപ്പം ഇതിനെല്ലാം കഠിന പ്രയത്നം നൽകിയ ജെറിമോൻ, ഏകാന്തതയിലോട്ട് നോക്കി നിൽക്കുന്ന ജെറിമോൻ ആൻഡ് ദോശമ്മ എല്ലാം സെറ്റാക്കി. സ്പോട്ടിലെത്തിയേക്കാണ്. മെർലിനെ നമുക്കിനി ബ്ലൈൻഡ് ഫോൾഡ് മാറ്റി ഇറക്കാം. വേണ്ട, Happy birthday to you. Happy birthday. എന്നാ വേപ്പോ തിരിഞ്ഞേക്ക്. ഗൈസ്, അങ്ങനെ നല്ല പൂത്തിരി കമ്പത്തിരി കത്തിച്ച് അടിപൊളിയായിട്ട് ഇവിടെ നല്ല വെൽക്കം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തം സ്നോ സ്പ്രേ, മരുഭൂമിയാണെങ്കിൽ മൊത്തം സ്നോ അടിച്ചോണ്ടിരിക്കുക. ഇവിടെ മൊത്തത്തിൽ മേടിച്ചാ കേക്ക്
അറബി ഗൈസ് അങ്ങനെ എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യേണ്ട ഒരു പരിപാടി മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. പിന്നെ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ മെർലിൻ്റെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ പൂത്തിരിയും കമ്പത്തിരിയൊക്കെ ഏകദേശമൊക്കെ കത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ പൂത്തിരിക്കാനൊന്നുമില്ല, കുറച്ച് ഫ്ലാഷ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. റെഡിയാണോ? കേക്ക് ഇഷ്ടപ്പെട്ടോ? Happy birthday to you. Happy birthday, dear me. I full heart road. Happy birthday to Happy birthday to you. എന്താ Okay, the kid we have been waiting for. ചാട്ടാണോ? ആ ചാട്ടോ കഴിഞ്ഞു. പതുക്കെ unboxing. കരയോ? താഴെടത് അതാ കവറിനകത്ത് തന്നെ ഇടോ. ഇത് പിടിച്ചേ. എന്താണ് സഹചരേ? ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഓ മൈ ഗോഡ്. കണ്ടോ കണ്ടോ? ആഹാ. എന്താ പറയാ, ഞാനിത് പ്രതീക്ഷിച്ചിട്ടേ. പിന്നെ പാവയുടെ വാച്ച് എന്തിയെ? ഞാൻ വിചാരിച്ചു വല്ല വാച്ചായിരിക്കും. പൊടിയുന്നു. ഇല്ല. അതാ കൊരവായിട്ടോളൂ. അടിപൊളി വെക്കി പിടി. കുഴപ്പമില്ല. കരയോ? കരയും. സോ ഗൈസ്, നമ്മുടെ ഈ സ്പോട്ട് കണ്ടുപിടിച്ചത് റൂബനാണ്. നമ്മൾ നേരത്തെ ഇതിന് നേരെ അപ്പുറത്ത് അവിടെ ഒരു സ്പോട്ടിലാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടെ ഇച്ചിരി ക്രൗഡും കാര്യങ്ങളൊക്കെ ആയപ്പോൾ റൂബൻ തന്നെ സ്പോട്ട് ചെയ്ത സ്ഥലമാണ്. ഇതൊക്കെ ഭയങ്കര ക്വിക്ക് ആക്ഷൻസ് കൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇവിടെ എല്ലാം സെറ്റാക്കിയത്. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ പൂത്തിരിയും ഇവിടെ ഇതെല്ലാം ബലൂണൊക്കെ വീർപ്പിച്ച് എല്ലാം കംപ്ലീറ്റ് ലിറ്റായിരുന്നു മൊത്തം. അപ്പൊ നമ്മുടെ കേക്ക് നിങ്ങൾ എല്ലാവരും കണ്ടാണല്ലോ. ഇത് കസ്റ്റം മെയ്ഡ് കേക്ക് ആണ്. അത് ഹോം കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു ഹോം മെയ്ഡ് ആയിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. അതെ, നമ്മൾ തീം എന്താന്ന് പറഞ്ഞാല് ബേബുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേഷനറി പ്ലസ് അവരുടെ പ്രൊഫഷൻ പ്ലസ് യൂട്യൂബ് അങ്ങനെ എല്ലാ സാധനവും ഹോം കേക്ക് കോബ. അപ്പം അതുപോലെ ഇന്ന് എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ്. അതിൻ്റെ ഒപ്പം തന്നെ ഐ ജസ്റ്റ് സ്വിച്ചിങ് മൈ ലാംഗ്വേജ് ബിക്കോസ് ടുഡേ ഐ ഗോട്ട് വിഷസ് ഫ്രം മൈ സ്റ്റുഡൻസ്. They are in grade 6 now, so they all just joined in a webinar, like, you know, with Zoom meet, and it was unexpected. So I'm so happy. Like, they asked me to mention them in my blog, so they used to watch it, and they don't understand my language, so I'm just switching my language only for them. So thank you so much, dear. Thank you so much for making it memorable. പിന്നെ ഈ പറഞ്ഞ എല്ലാവരും ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല. ലൈക്ക് ഓൾറെഡി എന്തൊക്കെയോ ഒരു ഐഡിയാസ് ഉണ്ടായിരുന്നു, പ്രതീക്ഷിച്ചില്ല. അതുപോലെ ഇത്രയും കളറാവെന്ന് വിചാരിച്ചില്ല. അതുപോലെ ഒരുപാട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാര്
വിഷ് ചെയ്തു എന്ന് തന്നെ. ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്തു. എന്താ പറയാ, ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ബർത്ത്ഡേസ് ഐ ഹാവ് എവർ ഹാഡ്. പിന്നെ വൺ ഓഫ് ദ ഞാൻ ജീവിതത്തില് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം വച്ചെന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എല്ലാത്തിനും സമയമുണ്ട് ദാസ, ഭർത്താവിന് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. ഇല്ല, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും, ഫാമിലി, ഫ്രണ്ട്സ്, കസിൻസ് എല്ലാവർക്കും ഒരു നല്ലൊരു അടിപൊളി വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, സോ സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വ്ലോഗ്. ടേക്ക് കെയർ, ഹാവ് ഫൺ, ബൈ ബൈ.